മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. വായനയിലൂടെ വിനോദം, അതോടൊപ്പം അല്പം അറിവ് എനിക്കും നിങ്ങൾക്കും. ഇന്നത്തെ എൻ്റെ വിഷയം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള അല്പം വിവരണമാണ്. കുറച്ച് ഭാഗങ്ങൾ ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ വായിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത്. ഇന്നത്തെ എൻ്റെ വിഷയം 1920 നിസ്സഹകരണ പ്രസ്ഥാനമാണ്. 1920 തുടങ്ങി 1922 വരെ നീണ്ടുനിന്ന നിസ്സഹകരണ പ്രസ്ഥാനം നയിച്ചത് മഹാത്മാഗാന്ധിയായിരുന്നു. 1920 ഡിസംബറിൽ ചേർന്ന നാഗ്പൂർ സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം പാസാക്കിയത്. അഹിംസാ മാർഗത്തിൽ ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഒരു കൊല്ലത്തിനകം സ്വരാജ് എന്ന മുദ്രാവാക്യം ഗാന്ധിജി നൽകി. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് 2 വശങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയവൽക്കരണം, സ്വദേശി ഉൽപ്പന്ന പ്രചാരണം, ചർക്കയും ഖാദിയും പ്രചരിപ്പിക്കൽ, വോളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്യൽ എന്നിവയായിരുന്നു. നിസ്സഹകരണമായി കോടതി ബഹിഷ്കരണം, വിദ്യാലയ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഔദ്യോഗിക ചടങ്ങുകൾ, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ, ബ്രിട്ടൻ നൽകിയ ബഹുമതികളും സ്ഥാനമാനങ്ങളും ത്യജിക്കൽ, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവയ്ക്കൽ, നികുതി നിഷേധം എന്നിവ ആയിരുന്നു. CR ദാസ്, C രാജഗോപാലാചാരി, ലാലാ ലജ്പത് റായ്, മദൻ മോഹൻ മാളവ്യ, മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ ദേശീയ നേതാക്കൾ തങ്ങളുടെ വക്കീൽ കുപ്പായം ഉപേക്ഷിച്ചു. വിദേശ വസ്ത്ര ബഹിഷ്കരണം ഒരു ബഹുജന പ്രസ്ഥാനമായി വളർന്നു. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും വിദേശ തുണിത്തരങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ വിദ്യാർത്ഥികളും സ്ത്രീകളും സജീവമായി പങ്കെടുത്തിരുന്നു. നിരവധി ദേശീയ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ്.